മല പോലെ വന്ന ഒരു വീട്ടുവഴക്കം കഴിഞ്ഞ് 1.5 മണിക്കൂർ കരഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറി ചെല്ലുമ്പോഴുണ്ട് എൻ്റെ ഭർത്താവ് അവിടെ കട്ടിലേ കിടന്നുകൊണ്ട് സിനിമയും കണ്ടു പൊട്ടിച്ചിരിക്കുന്നു. അങ്ങേരെന്നെ മണ്ടിയാക്കിയതല്ലേ, ഇനി ഞാൻ എന്തു ചെയ്യും? എന്നോടൊരു വീട്ടമ്മ ചോദിച്ചതാ. മാസത്തിലൊന്നാണെങ്കിലും പരസ്പരം വഴക്കിടാത്ത ഭാര്യ ഭർത്താക്കന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. വീട്ടിലെ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ എങ്ങനെ വലിയ വഴക്കായി മാറുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരടി ആരംഭിക്കുന്നത് ചിലപ്പോൾ വളരെ നിസ്സാര ഒരു കാര്യത്തിൽ നിന്നായിരിക്കും. സംസാരിച്ച് കാട് കയറി പ്രശ്നമായി എല്ലാം കഴിഞ്ഞ് ശാന്തമാകുന്നൊരു സമയം ഉണ്ടാവും. ഭാര്യാഭർത്തൃ വഴക്കിൽ ഇടപെടാൻ മക്കൾ വന്നെന്നിരിക്കും, മാതാപിതാക്കൾ വന്നെന്നിരിക്കും, സഹോദരങ്ങൾ, നാട്ടുകാർ, അങ്ങനെ സമാധാന കാംക്ഷികൾ പലരും എത്തിയെന്നിരിക്കും. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുകയും ചെയ്യുക. അവസാനം വഴക്കം കഴിഞ്ഞ് കരഞ്ഞു വിളിച്ച് ഭാര്യ ഒരറ്റത്തിരിക്കും. സ്ത്രീയുടെ സഹജ സ്വഭാവം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഓർത്തോർത്ത് കരയുക എന്നതാണ്. നെഞ്ചിനിട്ടിടിക്കുക, ആഹാരം കഴിക്കാതെ ഇരിക്കുക, അങ്ങനെ പലതും ഉണ്ട്. പുരുഷനോ ദേഷ്യം പ്രകടിപ്പിക്കുക, വീട്ടിൽ നിന്നിറങ്ങി കുറച്ചു നേരം മാറി നിൽക്കുക, കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിയുക, ചീത്ത വിളിക്കുക തുടങ്ങിയവയും. ചിലപ്പോൾ അവർ അക്രമാസക്തരായേക്കാം. വലിച്ചെറിഞ്ഞ് സ്വന്തം ഇമോഷനെ നിയന്ത്രിക്കുന്ന സ്ത്രീകളുമുണ്ട്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓരോ മനുഷ്യരും യുണീക്കാണ്. അതായത് ലോകത്ത് എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ വ്യത്യസ്തരാണെന്നർത്ഥം. അവർക്ക് അവരുടെ ഇമോഷൻസിനെ വെളിയിൽ കളയാൻ ഓരോ മാർഗങ്ങൾ അവലംബിച്ചേ മതിയാവൂ. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൂടുള്ളവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ വേണ്ടത്. അവരെ അതേപടി അക്സെപ്റ്റ് ചെയ്യുക. പലതവണയാവുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ചിന്തയുടെ പാറ്റേൺ എന്താണ്, ഇമോഷൻ വെളിയിൽ കളയുന്ന രീതി എന്താണ് എന്ന്. അതനുസരിച്ച് നമുക്ക് നിന്നു കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് നമുക്കിഷ്ടമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് പങ്കാളിയുടെ ഭാഗത്തു നിന്ന്, അത് വിട്ടുകളയാതെ ഉള്ളിലെടുത്ത് പ്രശ്നത്തെ താലോലിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. കാരണം സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള കഴിവാണ്. സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടവർ കഴിഞ്ഞ കാര്യം ഓർമ്മിച്ച് സ്വന്തം മനസ്സ് വേദനിപ്പിക്കരുത്. അവനവൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ അവനവൻ്റെ കയ്യിൽ തന്നെ പിടിക്കുക. രാത്രിയിൽ റിലാക്സ് ചെയ്ത് കിടക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ ശ്വാസം വെളിയിലേക്ക് വിടുക. പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കണ്ട. സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. മൂക്കിലൂടെ വായു ഉള്ളിലേക്ക് കയറുന്നത് ശ്രദ്ധിക്കുക, വെളിയിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളും പങ്കാളിയും കൂടി ഇത്രയും കാലം ജീവിച്ചതിൽ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തം മനസ്സിൽ കൊണ്ടുവരിക. അന്നുണ്ടായിരുന്ന ആ സ്നേഹം, അന്ന് ചേർത്ത് പിടിച്ച ഓർമ്മകൾ, ഇത് മാത്രം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ സന്തോഷത്തിൽ കിടന്നുറങ്ങുക. താങ്ക് യു.